ജനപ്രീതി നഷ്ടമാവുന്ന ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി കീർ സ്റ്റാമറിനെ കുറിച്ചാണ് വേൾഡ് ഇൻ വേർഡ്സിലെ ആദ്യ വാർത്ത. ഇദ്ദേഹത്തിൻ്റെ ലേബർ പാർട്ടിയും നേരത്തെ ഭരിച്ചിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കും പുറമെ നിരവധി വേറെയും പാർട്ടികൾ ഇംഗ്ലണ്ടിൽ ആധിപത്യം നേടുന്നതോടെ അവിടെ കാലാകാലങ്ങളായി നിലനിന്ന ദ്വികക്ഷി സമ്പ്രദായം തകരുകയാണെന്ന വിലയിരുത്തലും ആഗോളതലത്തിൽ നടക്കുന്നുണ്ട്. ഇതിനൊപ്പം ലാറ്റിൻ അമേരിക്കയിലെ ഇടതു ചായവുള്ള സർക്കാരുകൾക്കെതിരെ ചില രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന കളികളെക്കുറിച്ചും ഇറാഖ് പോലും അറിയാതെ ഇറാഖിൽ സ്ഥാപിച്ച ഇസ്രായേലിൻ്റെ സൈനിക ക്യാമ്പിനെക്കുറിച്ചും വേൾഡ് ഇൻ വേർഡ്സ് സംസാരിക്കുന്നു. കീർ സ്റ്റാമറും അദ്ദേഹത്തിൻ്റെ ലേബർ പാർട്ടിയും ഇംഗ്ലണ്ടിൽ വെല്ലുവിളി നേരിടുകയാണ് എന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 2024 ജൂലൈ മാസത്തിലാണ് അദ്ദേഹം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ 14 കൊല്ലത്തെ ഭരണത്തിലുണ്ടായ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ച് സുസ്ഥിരവും ഗംഭീരവുമായ ഭരണം സ്റ്റാമർ കൊണ്ടുവരുമെന്നായിരുന്നു പ്രതീക്ഷ. ആധുനിക ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഭൂരിപക്ഷവുമായിരുന്നു സ്റ്റാമറുടെ വിജയം. 2 വർഷം പൂർത്തിയാവുന്നതിന് മുൻപേ ഇംഗ്ലണ്ടിൽ നടക്കുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ആകെ തകർന്നടിയുന്ന അവസ്ഥയിലാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ശനിയാഴ്ച ഉച്ചയോടെ മാത്രമേ പൂർണ്ണമായ ഫലം പുറത്തുവരൂ. 50 കൊല്ലമായി സ്റ്റാമറുടെ ലേബർ പാർട്ടിയുടെ കൈവശമുണ്ടായിരുന്ന ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ടേംസൈഡ് കൗൺസിലും തൊട്ടടുത്ത വൈഗൺ കൗൺസിലും വരെ അവരുടെ കയ്യിൽ നിന്നും പോകുന്ന അവസ്ഥയിലാണുള്ളത്. തീവ്ര വലതുപക്ഷത്തിൻ്റെ വക്താവായ നൈജൽ ഫറേജാണ് കീർ സ്റ്റാമറുടെ തോൽവിക്ക് കാരണക്കാരനായിരിക്കുന്നത്. ട്രംപിൻ്റെ ഇഷ്ടക്കാരനാണ് റിഫോം യുകെയുടെ നേതാവായ നൈജൽ. കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് നൈജൽ. ഇംഗ്ലണ്ടിൽ 501 കൗൺസിൽ സീറ്റുകൾ ഇപ്പോൾ തന്നെ റിഫോം പാർട്ടി കൈയടക്കിയിട്ടുണ്ട്. കൺസർവേറ്റീവ് പാർട്ടിക്കും വൻ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗ്രീൻ പാർട്ടിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. സാക് പോളൻസ്കിയാണ് ഗ്രീൻ പാർട്ടിയുടെ നേതാവ്. പരിസ്ഥിതി വിഷയങ്ങളിൽ ഇടപെടുന്ന ഇടത് ചായ്വുള്ള പാർട്ടിയാണിത്. ഇതോടെ കാലങ്ങളായി ബ്രിട്ടനിൽ നിലനിൽക്കുന്ന 2 പാർട്ടികളുടെ ആധിപത്യം അവസാനിക്കാൻ പോവുകയാണെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ബ്രിട്ടൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വൻ മാറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പോടെ സംഭവിക്കാൻ പോകുന്നത്. സീറ്റുകൾ നഷ്ടപ്പെടുന്നതോടെ സ്റ്റാമർ ചിലപ്പോൾ പുറത്തേക്കുള്ള വഴി നോക്കേണ്ടി വരുമെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. സ്കോട്ട്ലൻഡ്, വെയിൽസ് തുടങ്ങിയ സ്ഥലങ്ങളിലെ നില അപകടത്തിലാവുകയാണെങ്കിൽ സ്റ്റാമർ മിക്കവാറും രാജിവെക്കേണ്ടി വരുമെന്ന് പറയുന്നത് ലേബർ പാർട്ടി നേതാക്കന്മാർ തന്നെയാണ്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിലും താൻ തന്നെയായിരിക്കും പാർട്ടിയെ നയിക്കുക എന്നാണ് സ്റ്റാമറുടെ തീരുമാനം. സ്റ്റാമർ അധികാരം ഏറ്റെടുത്തത് മുതൽ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നെല്ലാം പിറകോട്ടു പോയി എന്നാണ് വിമർശകപക്ഷം. അമേരിക്കയിലേക്കുള്ള അംബാസിഡറായി പീറ്റർ മാൻഡൽസനെ നിയമിച്ചതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനവുമായി. എപ്സ്റ്റീനുമായി ബന്ധമുള്ളവരുടെ ലിസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേര് വന്നതോടെ സംഗതി കൈവിട്ടുപോയി. അതോടൊപ്പം ഗസ യുദ്ധത്തോട് സ്റ്റാമറുടെ സർക്കാർ എടുത്ത നിലപാടിൽ ലേബർ പാർട്ടിക്കൊപ്പമുള്ള മുസ്ലിങ്ങൾ പ്രതിഷേധത്തിലാണ് എന്നതും കൂട്ടി വായിക്കാവുന്നതാണ്. റിഫോ യുകെയുടെയും നൈജലിൻ്റെയും മുന്നേറ്റത്തിനു പിന്നാലെ വിദേശ സംഭാവന സ്വീകരിച്ചതിന് നൈജലിനെതിരെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ. എന്നാൽ താൻ MP ആകുന്നതിന് മുമ്പ് കിട്ടിയ സംഭാവനയാണ് അതെന്നും അതുകൊണ്ട് തന്നെ അത് വെളിപ്പെടുത്തേണ്ടതില്ല എന്നുമാണ് നൈജലിൻ്റെ നിലപാട്. ലാറ്റിൻ അമേരിക്കയിലെ ഇടത് സർക്കാരുകൾ അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള അമേരിക്കൻ ഇസ്രായേൽ പദ്ധതികളെക്കുറിച്ചുള്ള സൂചനകളുമായി പുതിയ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അന്വേഷണ സൈറ്റായ ഹോൺഡ്രാസ് ഗേറ്റും സ്പാനിഷ് വാർത്താ ചാനലായ കനാൽ റെഡുമാണ് ചോർത്തിയ ശബ്ദ സന്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മെക്സിക്കോ, കൊളംബിയ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ സ്ഥിരമായി പ്രചരിപ്പിക്കുക എന്നതാണ് ഇതിനായി അവർ കണ്ടെത്തിയ പ്രധാന വഴിയത്രേ. അജ്ഞാതരായ ഹോണ്ടറൻ പത്രപ്രവർത്തകരാണ് ഈ അന്വേഷണം നടത്തിയിരിക്കുന്നത്. വാട്സാപ്പിലൂടെയും ടെലിഗ്രാം, സിഗ്നൽ തുടങ്ങിയ ആപ്പുകളിലൂടെയും കൈമാറിയ 37 സന്ദേശങ്ങളാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം എന്ന വ്യാഖ്യാനത്തോടെ ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. മുൻ ഹോണ്ടറാസ് പ്രസിഡന്റ് ജുവാൻ ഒർലാൻഡോ ഹെർണാണ്ടസിന് മാപ്പ് കൊടുക്കുന്നതിന് ട്രംപ് മുന്നോട്ട് വെച്ച ഉപാധി ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് ഓശാന പാടുക എന്നതായിരുന്നു അത്രേ. ഇദ്ദേഹത്തെ ഒരു മയക്കുമരുന്ന് കടത്ത കേസിൽ അമേരിക്കൻ ഫെഡറൽ കോടതി 45 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. തൻ്റെ മോചനത്തിന് ആവശ്യമായ പണം നൽകിയത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന റബ്ബികളായിരുന്നുവെന്നും ഇദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് നസ്രി അസ്ഫുറ പ്രസിഡന്റായി വന്നത്. എക്കാലത്തും ഇസ്രായേലിനൊപ്പം നിന്ന അസ്ഫുറയാവട്ടെ ട്രംപിൻ്റെ കടുത്ത ആരാധകനുമാണ്. ഇദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പിങ്ങുകളും പുറത്തു വന്നവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ പലതും ട്രംപുമായുള്ളവയുമാണ്. ഹോൺഡറാസിൽ അമേരിക്കൻ സൈനിക താവളം സ്ഥാപിക്കുന്നതും സ്വകാര്യ സാമ്പത്തിക മേഖല സ്ഥാപിക്കുന്നതും മറ്റുമാണ് പ്രധാനമായും ചർച്ചകളിലുള്ളത്. അസ്ഫുറയും ശിക്ഷിക്കപ്പെട്ട പ്രസിഡന്റ് ഹെർണാണ്ടസും തമ്മിലും ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇവരുടെ ചർച്ചകളിലെ പ്രധാന വിഷയം അമേരിക്ക ആസ്ഥാനമാക്കി ഒരു ഇൻഫർമേഷൻ സെന്റർ തുടങ്ങുകയും നേരത്തെ പറഞ്ഞ
ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതുമാണ്. ട്രംപിന്റെയും പാർട്ടിയുടെയും പിന്തുണയ്ക്കൊപ്പം അർജന്റീനയുടെ പ്രസിഡന്റ് ജാവിയർ മിലയുടെ സാമ്പത്തിക സഹായവും ഇവർക്കുണ്ടത്രേ. അമേരിക്കൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പ്രകാരം ഇസ്രായേൽ ഇറാഖിൽ ഒരു സൈനിക താവളം സ്ഥാപിച്ച് ഇറാനുമായുള്ള അമേരിക്ക യുദ്ധത്തിന് പിന്തുണ നൽകുന്നുണ്ടത്രേ. ഇസ്രായേലിന്റെ നാവികസേനയ്ക്ക് വേണ്ടിയാണത്രേ ഇത് പ്രവർത്തിക്കുന്നത് എന്നും അമേരിക്കയ്ക്ക് കാര്യം നേരത്തെ അറിയാമായിരുന്നുവെന്നും വാഷിംഗ്ടൺ പോസ്റ്റിലെ വാർത്ത സൂചിപ്പിക്കുന്നു. ഇറാഖിന്റെ സൗദിയുമായുള്ള അതിർത്തിക്ക് സമീപമാണ് ഈ കേന്ദ്രമെന്നാണ് അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇറാഖ് സർക്കാരിനോ സൈന്യത്തിനോ ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നില്ലെന്നും ഇറാഖി സൈനികർക്ക് നേരെയും ഇവിടെ നിന്ന് അക്രമമുണ്ടായി എന്നും വാർത്തകളുണ്ട്. ഇത്തരമൊരു കേന്ദ്രത്തിനായി യാതൊരു തരത്തിലുള്ള ചർച്ചകളോ കരാറുകളോ ഇല്ല എന്നാണ് ഇറാഖ് പറയുന്നത്. മാത്രമല്ല അത്തരത്തിലൊരു കേന്ദ്രമുണ്ടെന്ന വാർത്ത തെറ്റാണെന്നും ഇവർ വാദിക്കുന്നു. ആൾതാമസം വളരെ കുറഞ്ഞ വിശാലമായ ഈ മരുഭൂമിയിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. പടിഞ്ഞാറൻ ഇറാഖിൽ ഇത്തരം ക്യാമ്പുകളുണ്ട് എന്ന് ഇറാഖിലെ സൈനിക വിഭാഗമായ ബദറിന്റെ ഉത്തരവാദപ്പെട്ടവരും പറയുന്നുണ്ട്. മുമ്പൊരിക്കൽ പ്രദേശത്ത് ഒരാട്ടിടയൻ ഇത്തരത്തിലൊരു സംഗതിയെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും പിന്നീട് അയാൾ കൊല്ലപ്പെടുകയായിരുന്നുവെന്നും ഇസ്രായേലാണ് അതിന് പിന്നിലെന്നും വാർത്തകളുണ്ടായിരുന്നു. നന്ദി.